ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കടയിൽ പോയിട്ട് വന്നപ്പോൾ കുറച്ച് പഴം മേടിച്ചു. നമ്മൾ ചന്തയിൽ നിന്നാണ് മേടിച്ചത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കൊല പഴം ഉണ്ടായിരുന്നു കേട്ടോ. 90 രൂപ എങ്ങാണ്ട് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. വാങ്ങി കൊണ്ടുവച്ചിട്ട് 2-3 ദിവസം ആയതുകൊണ്ട് അതിൻ്റെ അധികം പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 2 എടുത്ത് നേരെ ബെക്കാപ്പിക്ക് കൊടുത്തു. പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ കൂടുതലായിട്ട് പഴം വരുമ്പോൾ എന്താണോ ചെയ്യണത് അതുപോലെ തന്നെ അങ്ങ് പുഴുങ്ങിയെടുത്തു. അങ്ങനെ പുഴുങ്ങിയ പഴമായിരുന്നു ആദ്യത്തെ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ രണ്ടാമത്തെ ദിവസം നോക്കിയപ്പോൾ പിന്നെയും പഴം പുഴുങ്ങി വെച്ചേക്കുന്നു. അങ്ങനെ അന്നും പുഴുങ്ങിയ പഴം തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മുട്ട പുഴുങ്ങിയതും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഉണ്ണിക്കുട്ടി മാത്രം ആരും കഴിക്കാത്തതുകൊണ്ട് നമ്മൾ ഉണ്ണിക്കുട്ടിയെ എടുത്തിട്ട് നമ്മൾ ബെക്കാപ്പിക്ക് കൊടുക്കാൻ പോവാണ്. അപ്പോൾ 2-3 പഴം പുഴുങ്ങിയതിൻ്റെ കഷ്ണങ്ങളും പിന്നെ നമ്മുടെ ഈ ഉണ്ണിയൊക്കെ എടുത്ത് ആൾക്ക് കൊണ്ട് കൊടുക്കുകയാണ്. എന്ത് കൊടുത്താലും അല്ലെങ്കിൽ എന്തുണ്ടാക്കിയാലും ആദ്യത്തെ ഒരു പങ്ക് ആൾക്കുള്ളതാണ്. അപ്പോൾ അത് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ആൾ. അങ്ങനെ നേരെ അവനുള്ള ഫുഡ് കൊടുത്തു. ഇനി നമുക്ക് എന്തെങ്കിലും കറി ഉണ്ടാക്കണമല്ലോ. അങ്ങനെ ദേ ചിക്കൻ കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ വറുത്തിട്ട് കറി വെക്കണത് കേട്ടോ. വറുത്ത് കറി വെക്കുമ്പോൾ ഇച്ചിരി കുറവായിരിക്കും, കാരണം അതൊക്കെ വറുത്തെടുത്തേക്കണ കാരണം. പിന്നെ അത് ഇച്ചിരി ടേസ്റ്റ് കൂടുതലുണ്ടാകുമെന്ന് ഓർത്ത് അങ്ങോട്ട് കുറച്ച് മസാലയൊക്കെ ഇട്ട് വഴറ്റി, സവാളയൊക്കെ ഇട്ട് വഴറ്റി ദേ കറി നമ്മൾ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചധികം കടുക് കൂടുതലാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമല്ലോ. ഇനി ഈ പഴം ഇരുന്ന കാര്യമില്ല, ഇതിൻ്റെ കാറ്റ് പോകും. അപ്പോൾ നമ്മൾ അവസാനത്തെ ഒറ്റ കൈ പ്രയോഗമാണ് ഇനി നടത്താൻ പോകുന്നത്. ഒന്നുമില്ല, നമ്മുടെ പഴംപൊരി ഉണ്ടാക്കണം. അതിനകത്ത് നിന്ന് അരിക്കൊക്കെ നമ്മൾ കുറച്ച് വെട്ടി വെച്ചിട്ടുണ്ട്. കളയാനുള്ളതല്ല, ഇത് കഴിക്കാനും ഇവിടെ ആളുണ്ട്. അപ്പോൾ ദേ ഇത് പുള്ളിക്ക് കൊടുത്തു. പുള്ളിക്ക് പഴം, പച്ചമാങ്ങ, ചെറുപുളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇനി കുറച്ച് മൈദയും ഉപ്പും സാധനങ്ങളും വെള്ളമൊക്കെ ഇട്ടിട്ട് നമ്മൾ കുറച്ച് ബാറ്റർ കലക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, നമ്മുടെ പഴംപൊരി പൊരിച്ച് മുക്കി പൊരിക്കാനുള്ള നമ്മുടെ കുറച്ച് മാവ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആവേശം കൊണ്ടാണ് എന്താണെന്നറിയില്ല, കുറച്ചധികം വെള്ളം കൂടിപ്പോയി. നമ്മൾ ചോറൊക്കെ എടുക്കുമ്പോൾ കുറച്ചധികം കറി ഒഴിക്കുമ്പോൾ കറി കൂടുതലാകുമ്പോൾ പിന്നെയും കുറച്ച് ചോറ് ഒഴിക്കുമല്ലോ. ആ ഒരു ടെക്നിക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ചും കൂടി മൈദ ഇട്ട് ഒന്നും കൂടി തിക്കാക്കി എടുത്തു. പിന്നെ അത് നേരെ ഒരു ചീഞ്ചട്ടി എടുത്തു. പക്ഷേ ചീഞ്ചട്ടി ഒക്കെ ആവില്ല എന്ന് കണ്ട് ഒരു ഉരുളി ഉണ്ടായിരുന്നത് കഴുകിയെടുത്തു. നിറച്ച് എണ്ണ ഒഴിച്ചു. ശരിക്കും പറഞ്ഞാൽ മുക്കിയാണ് പൊരിച്ചെടുക്കേണ്ടത്. പിന്നെ എണ്ണയുടെ കുറച്ച് കുറവ് കാരണം നമ്മൾ മീൻ പൊരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് പൊരിക്കാമെന്ന് വിചാരിച്ചു. പൊരിക്കാനുള്ള പാത്രവും പൊരിച്ച് കോരാനുള്ള കയ്യിലും പൊരിച്ചിടാനുള്ള പാത്രമൊക്കെ റെഡിയാക്കി വെച്ചു. അങ്ങനെ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ്, കുറച്ച് കട്ടനും കൂടി ഉണ്ടാക്കണം. ബീഫ് കഴിക്കൽ നിർത്തിയത് കൊണ്ട് പഴംപൊരിക്ക് കൂട്ടായിട്ട് നമ്മുടെ ചിക്കൻ കറിയാണുള്ളത്. അങ്ങനെ പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴൊരു പീസ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും കഴിച്ചു, ബെക്കാപ്പിയും കൊടുത്തു. അങ്ങനെ ദേ കുറച്ച് കത്തിക്കരിഞ്ഞ് പോയെങ്കിലും പിന്നെ എന്തെങ്കിലും കുറ്റം പറഞ്ഞല്ലോ. പഴം കുറച്ചധികം പഴുത്തു പോയെന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തിയിട്ട് ദേ നമ്മുടെ കട്ടൻ തിളച്ചു വന്നു. നേരെ നമ്മുടെ കട്ടൻ എടുക്കുക. പിന്നെ ദേ നമ്മുടെ അരിപ്പയിലിട്ട് അരിച്ചെടുക്കുക. ഇനി നമുക്ക് കട്ടനും പഴംപൊരിയും ഒക്കെ കൂട്ടി ഒരു തട്ട് തട്ടാം. കാണാനൊക്കെ നല്ല നിറവും ഭംഗിയൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. ടേസ്റ്റും വലിയ കുഴപ്പമില്ല. എന്തായാലും ഞാൻ ഉണ്ടാക്കിയതിനെ എനിക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഒരിക്കലും ഞാനത് പറയില്ല. ഇനി നമുക്ക് പഴംപൊരിയും കൂടി എടുത്ത് ആൾക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ അവനും നോക്കിയിട്ട് 2-3 പഴംപൊരിയും കൂടി എടുത്ത് അവനക്ക് പിന്നെയും കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് ചായ കൂട്ടി പഴംപൊരി കഴിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലേക്ക് കടക്കാം. അപ്പോൾ നേരെ നമ്മുടെ പഴംപൊരി എടുക്കുക. പിന്നെ നമ്മുടെ പ്ലേറ്റിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക. ഇനി വേറെ എന്താണ്, നമ്മുടെ ചിക്കൻ കറിയും കൂടി എടുക്കുക, പ്ലേറ്റിലേക്ക് ഒഴിക്കുക. ബീഫും പഴംപൊരിക്ക് ശേഷം പിന്നത്തെ ഒരു സംഭവമാണ് നമ്മുടെ ബീഫും ചിക്കൻ കറിയും. ഇതും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് എന്തായാലും ബീഫ് ഞാൻ നിർത്തിയത് കൊണ്ടാണ് ഇപ്പോൾ ഈ ചിക്കൻ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണത്. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല, എനിക്കിഷ്ടമായി. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി മാറ്റി കഴിച്ചു നോക്കണം. ഇനി നമ്മുടെ ചൂട് ചായ നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അത് നേരെ നമ്മൾ വിളമ്പി വെച്ചിട്ടുണ്ടാകുന്ന സംഭവം അങ്ങോട്ട് എടുക്കുക. കുറച്ചധികം ക്രിസ്പിയും പിന്നെ കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരിയാണ്. അപ്പോൾ പഴംപൊരി എടുക്കുക, പിന്നെ നമ്മുടെ ചാറിൽ അങ്ങോട്ട് മുക്കുക. പിന്നെ നന്നായിട്ട് അങ്ങോട്ട് കഴിക്കുക. അതോടുകൂടി നമ്മുടെ ഒരു മനസ്സിനുള്ള സന്തോഷവും സമാധാനമൊക്കെ അങ്ങോട്ട് ഇരട്ടിയാവും. കാണാനോ വലിയ ഗുമ്മില്ലെന്നുള്ളൂ, എന്നാലും സംഭവം നല്ല അടിപൊളിയായിരുന്നു, ടേസ്റ്റി ആയിരുന്നു. എനിക്ക് ഭയങ്കര അധികം ഇഷ്ടമായി. ഇനി ഒന്നും കൂടി ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി പെർഫെക്റ്റ് ആവുമായിരിക്കുമല്ലേ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫുഡ് നമ്മൾ വയറ് നിറച്ച് തിന്നണം, അത്ര സന്തോഷം വേറെ എന്ത് കാര്യത്തിനും നമുക്ക് കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എല്ലാവരും ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി തിന്നുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ടാറ്റ, ബൈ ബൈ.